കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറായിരുന്ന ബിജു തടത്തുവിള എന്ന കാൻഡിഡേറ്റാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് വന്നിരുന്നത്. ബിജു കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ബിജു ആണ് ഇന്ന് നമ്മുടെ അതിഥി. ബിജുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിജുവിനെ നമുക്ക് നേരിട്ട് കാണാം. ബിജു ഈ തവണയും മത്സരിക്കുന്നുണ്ട്. ബിജുവിൻ്റെ വിശേഷങ്ങളും ബിജുവിൻ്റെ പദ്ധതികളും ബിജുവിൻ്റെ ഭാവനകളും എല്ലാം നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എല്ലാവിധ കാൻഡിഡേറ്റായി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ബിജു നമസ്കാരം. നമസ്കാരം. ബിജു തടത്തുവിള, എനിക്ക് തോന്നുന്നു തടത്തുവിള എന്ന് പറയുന്നത് ഫാമിലി നെയിമാണ്, വീട്ടും പേരാണ് തോന്നുന്നു. ഓക്കെ. ബിജു ആക്ച്വലി ഈ മൈഗ്രേറ്റഡ് ഫാമിലി ആണോ? ഇവിടേക്ക് കുടിയേറി പാർത്ത? ഞാന് കുടിയേറി പാർത്തു എന്ന് പറയാൻ പറ്റില്ല. ജനിച്ച് 3 മാസമായപ്പം നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള 52 വയസ്സ് കഴിഞ്ഞു. ഏകദേശം 52 വർഷമായി ഈ നാട്ടിലായിട്ട്. ഐ മീൻ തെക്കുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട മെമ്പറാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ. ബിജു എന്താ പറയാ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു കഴിഞ്ഞ 5 വർഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. ബിജു കഴിഞ്ഞ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിലുണ്ടായിട്ടുള്ള വികസനങ്ങളെ കുറിച്ചിട്ടും ബിജു ഒരു പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് ബിജുവിന് പറയാൻ പറ്റുന്നത്? കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒത്തിരി പ്രതീക്ഷ കൊടുത്ത് കയറിയ ഒരു ഭരണസമിതി ആയിരുന്നു എൻ്റെ ഭരണസമിതി. ആ ഭരണസമിതിയിൽ നമുക്ക് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ വികസനത്തിനൊപ്പം നിൽക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നു. നമ്മൾ സാധാരണ പറയുന്ന പോലെ കല്ലിട്ടിട്ട് പോകുന്ന ഒരു പ്രവർത്തനം, ഇട്ട കല്ലുകൾ അത് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായിരുന്നു UDFന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം. ഇപ്പോൾ വികസനം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പശ്ചാത്തല വികസനമാകട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ കർഷകരുടെ വികസനമാകട്ടെ, അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാരുടെ വികസനമാകട്ടെ, പലതരത്തിലുള്ള വികസനങ്ങളാണല്ലോ ഓരോ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഒരു ഐക്കൺ പ്രൊജക്റ്റായിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു ഐക്കൺ പ്രൊജക്റ്റായിട്ട് പറയാവുന്ന ഒരു പദ്ധതി എന്താണ്? നമുക്ക് ഈ കൃഷി മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം 2 സൈഡും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. എങ്കിലും കനാലിന്റെ വെള്ളത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇറിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ഒരു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തില് 2-3-4 പ്രധാനപ്പെട്ട പാടശേഖരങ്ങളുണ്ട്. അതിൽ കെട്ടിടപ്പാടം പാടശേഖരത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചു ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു പുഴയിൽ നിന്ന് വെള്ളം കിണറ്റിലേക്ക് അടിച്ചു കയറ്റി പാടത്തേക്ക് വെള്ളം നിറച്ച് കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. അതിന് ഉദ്ഘാടനം കഴിഞ്ഞു. അത് PM മനീഷ് ബ്ലോക്ക് ഡിവിഷനായി അവിടെ വെച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ച് ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതൊരു മിക്സഡ് കൾച്ചറാണെന്നാണ് ഞാൻ എൻ്റെ ജോഗ്രഫിക്കൽ നോളജ് വെച്ചിട്ട് ഒരു മിക്സഡ് കൾച്ചറാണ്. കാരണം ഒരു മൈഗ്രേറ്റഡ് ഫാമിലീസ് ഉള്ള ഒരു ഇതുണ്ട്, പിന്നെ തനതായിട്ട് ഇവിടെയുള്ള ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് കൾച്ചറാണ്. റബ്ബർ മേഖലയുണ്ട്, കൃഷി മേഖലയുണ്ട്. അപ്പോൾ കൃഷിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം, വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിലേക്ക് ഇറിഗേഷൻ വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഭാരതപ്പുഴയിൽ ബിജു പറഞ്ഞ പോലെ തന്നെ ഭാരതപ്പുഴയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ കൂടി വെള്ളം നമ്മുടെ പാടത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിലേക്ക് എത്തുമ്പോൾ തന്നെയാണല്ലോ അതിന് ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പ്രൊജക്ട് വന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മുഖം, അത് പഴയൊരു ബിൽഡിംഗ് മാറി ഒരു പുതിയ ബിൽഡിംഗ് ആക്കുന്ന ഒരു കാര്യം നടന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതും എങ്ങനെയാണ് അതിന്റെ ഒരു പദ്ധതി? അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് UDF ഞാൻ അടങ്ങുന്ന ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഫ്രണ്ട് ഓഫീസ് താഴത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളത് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം മാത്രം താഴേക്ക് വന്നാൽ മുകളിൽ ബാക്കിയുള്ള സംവിധാനം വരുമ്പോൾ ജനപ്രതിനിധികളെ കാണുവാനും സ്റ്റാഫിനെ കാണുവാനും
അല്ലെങ്കിൽ സെക്രട്ടറിയെ കാണുവാനും ഈ പ്രായമുള്ള ആളുകൾക്ക് സ്റ്റെപ്പ് കയറും. അത് നമ്മൾ ഒഴിവാക്കാൻ മൊത്തം സംവിധാനവും താഴത്തേക്ക് കൊണ്ടുവരുന്ന പ്ലാൻ ചെയ്തു. ആ പ്ലാൻ വളരെ വിജയകരമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തിനായിട്ട് മാറ്റിയത്. ഇപ്പോൾ അവിടെ വരുന്ന ഒരാളുകൾക്ക് ഒരു ഓഫീസ് സംവിധാനത്തിൽ ഒരു ആവശ്യത്തിന് വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള റൂം, അവർക്ക് വാർത്ത കാണുവാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ഏതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണോ അതെല്ലാം നിർമ്മിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നല്ല ഒരു സമുച്ചയം അവിടെ സ്ഥാപിച്ചത്. ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കോർപ്പറേറ്റ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആവുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അപേക്ഷയായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഹാപ്പി വെൽക്കം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ വരുന്ന ആളുടെ ഒരു പകുതി പ്രശ്നം അവിടെ തന്നെ സോൾവ് ആവുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഫ്രണ്ട് ഓഫീസ്, നല്ല രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസ്, ഒരു വെൽക്കമിങ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു രീതിയും വരുമ്പോൾ ആ വരുന്ന അപേക്ഷകന്റെ സാധാരണഗതിയിൽ പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ വരുന്നത് സാധാരണക്കാരാണ് കൂടുതലും ആവശ്യങ്ങളുമായിട്ട് വരുന്നത്. അവരുടെ ഒരു സ്ഥാനം ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്രണ്ട് ഓഫീസർ തന്നെയാണ്. അതിലേക്ക് ഒരു മാറ്റം വരുന്നത്, താഴത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ കാര്യം വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ബിജു പറഞ്ഞു. അത് ഞാൻ അതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ അതിലേക്ക് ഒരു ഫണ്ട് സ്വരൂപിച്ച് അല്ലെങ്കിൽ അതിനൊരു ഫണ്ട് കണ്ടെത്തി എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? ഒരു വലിയൊരു എമൗണ്ട് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? നമ്മൾ ഏകദേശം 55 ലക്ഷം രൂപയാണ് അതിലേക്ക് ചെലവഴിച്ചത്. നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. നികുതി പിരിക്കുന്ന കാര്യത്തിൽ 100% കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചു. ഓക്കെ, അത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടം നമ്മൾ അങ്ങനെയുള്ള ഫീസിൻ്റെ കാര്യത്തിൽ, ലൈസൻസ്, അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലുമുള്ള ഇടപെടലുകളും നടത്തിക്കൊണ്ട് തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ആ തനത് ഫണ്ട് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സമുച്ചയം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നത്. മനസ്സിലായി. അപ്പൊ അതായത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ തനത് ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്. തനത് ഫണ്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് നികുതി വരുമാനങ്ങളും പഞ്ചായത്തിന്റെ സ്രോതസ്സുകളും വളരെയധികം എൻകാഷ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ് അതിന് മനസ്സിലായത്. അത് ഭരണസമിതിയുടെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഗുണവും അത് തന്നെയാണല്ലോ. ഒരു സംവിധാനത്തിനെ ചലിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം തന്നെയാണല്ലോ. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ഏകദേശം ഇപ്പോൾ 10 വർഷം ജനപ്രതിനിധിയായിരുന്നു. 2010-15 കാലഘട്ടത്തിലും 2020-25 കാലഘട്ടത്തിലും ജനപ്രതിനിധിയായിരുന്നു. പക്ഷെ 2020-25 ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പഞ്ചായത്ത് സമുച്ചയം പണി കഴിഞ്ഞതിന് ശേഷം എന്നോട് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ജനങ്ങൾക്കൊരു ആശ്വാസം. ഞങ്ങൾ ഇപ്പം നമ്മളൊരു അപേക്ഷ കൊടുത്തു, ചിലപ്പോൾ അത് പേപ്പർ വർക്കായി ക്ലർക്കിൻ്റെ, സെക്രട്ടറിയുടെ 3 ലോഗിൻ ചെന്ന് വരുമ്പോൾ ടൈം എടുക്കും. ആദ്യകാലങ്ങളിൽ എന്താ ഒരു സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അവർ പോയിട്ട് നാളെ വരാമെന്ന് പറയും. ഇപ്പം അതല്ല, ഇപ്പം അവരത് മേടിച്ചിട്ട് പോകുന്നുള്ളൂ. അതുവരെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഒരു മനോഹരമായി, അവർക്ക് ഒരു സമാധാനപരമായിട്ട് അവർക്ക് ആനന്ദമായി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് ജനങ്ങൾ പറയാനും തുടങ്ങി. തീർച്ചയായിട്ടും ജനങ്ങളാണ് ഇപ്പം നമ്മുടെ ഒരു ജനം ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഇതിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോ സമുച്ചയങ്ങളും ഉണ്ടാകേണ്ടത്. അതിൽ പ്രത്യേകിച്ചും തനത് ഫണ്ട് ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ഫണ്ട് വകമാറ്റൽ എന്ന് പറയുന്ന സാധനവും അതിൽ ഇൻവോൾവ് ആവുന്നില്ല. അപ്പം പഞ്ചായത്തിന്റെ തന്നെ ഫണ്ട് സ്വരൂപിച്ച് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആശയത്തിൽ നമ്മുടെ പ്രകടന പത്രികയിൽ 2020 കൊടുത്തിരുന്നത് നമ്മുടെ മെയിൻ ജനപക്ഷ ഭരണം, അഴിമതി രഹിത ഭരണം, അതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഈ 5 വർഷക്കാലം അഴിമതി രഹിത ഭരണമായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ കഴിയും. അതിൽ ഒരു കാര്യത്തിൽ പോലും ആർക്കും ഒരു അഴിമതി നടത്തിയെന്ന് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല, നാളെ തൊട്ട് കഴിയുമില്ല. ആ രീതിയിലുള്ള ഭരണമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ നേതൃത്വത്തിൽ ഞങ്ങൾ അടങ്ങുന്ന ഭരണസമിതി കൈകാര്യം ചെയ്തു. ഇപ്പോൾ കൊണ്ടാഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളും, സാഹിത്യ അല്ലെങ്കിൽ സിനിമാ മേഖലകളിലെ ഭാരതപ്പുഴ വലിയൊരു ഘടകമാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള
ഘടകമാണ്. സിനിമാ മേഖലയാവട്ടെ, കലാകാരന്മാരുടെ മേഖലയാവട്ടെ, എല്ലാ മേഖലയും ഭാരതപ്പുഴയ്ക്ക് അതിൻ്റെ സ്ഥാനമുണ്ട്. ഇതിനെ വെച്ചുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഒരു മേജർ ഭാഗം, ഷൊർണൂരൊക്കെ ഉണ്ടെങ്കിൽ മേജർ ഭാഗം കൊണ്ടാഴി പഞ്ചായത്തിൽ കൂടിയും ഈ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. അതിനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടൂറിസം പദ്ധതികളോ അല്ലെങ്കിൽ ആ ഒരു വ്യൂവില് അതിനെന്തെങ്കിലും നമുക്കൊരു പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമ്മളത് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു ടൂറിസം പദ്ധതി ഡോക്യുമെന്ററി വരെ ഉണ്ടാക്കി കഴിഞ്ഞു. ഡോക്യുമെന്ററി ഉണ്ടാക്കി അത് സമർപ്പിക്കേണ്ട സർക്കാർ സ്ഥലങ്ങളിൽ സമർപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബാലസൗഹൃദ പഞ്ചായത്തായിരുന്നു. നമ്മൾ കടവത്ത് പാലം കഴിഞ്ഞ് കടവ് ഭാഗത്ത് സ്വപ്നം കണ്ടത്. അത് നടപ്പാക്കാൻ നമ്മൾ ചെന്ന വഴിക്ക് 22 ലക്ഷം രൂപ ഫണ്ടും വെച്ചു. അത് ഫണ്ട് വെച്ച് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് NOC കിട്ടണം. ഈ NOC തരേണ്ടത് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നമുക്ക് ഇത് തരേണ്ടത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് NOC ലഭിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാനും ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും പല പ്രാവശ്യങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് മേലധികാരികളെ കാണാൻ പോയിരുന്നു. അവരുടെ ഭാഗത്ത് നമുക്കൊരു നല്ല റെസ്പോൺസ് അല്ല കിട്ടിയത്. അതുകൊണ്ട് ആ പൈസ നമ്മൾ വേറൊരു വികസന പ്രവർത്തനത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ റോഡ് നമ്മൾ കാവിൻ്റെ അവിടെ കാലാകാലങ്ങളായിട്ട് നടക്കാത്തൊരു സംഭവം ചെയ്തത്. നമ്മൾ പുറമ്പോക്ക് സ്ഥലം ആളുകളെ കണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെ കൂടെ മാറ്റിപ്പിച്ചു. ഒരാൾ ചെയ്തിട്ടില്ല, അത് ശ്രമിക്കുക പോലും ചെയ്യാത്ത കാര്യം. എന്നിട്ട് അവിടെയാണ് ഇപ്പം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഭരണസമിതിയിൽ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. അത് കനാലിൻ്റെ സൈഡ് കെട്ടി അവിടെ സെൻറ് തോമസ് സ്കൂളുണ്ട്. സ്കൂളിലേക്ക് ഒട്ടനവധി കുട്ടികൾ പോകുന്നുണ്ട്. അവർക്ക് ഇരിക്കാനുള്ള ഒരു പാർക്ക് പോലെ ഒരു സംവിധാനമാണ് ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പൊ ഇതില് ഇപ്പൊ വരുന്നത് നമ്മുടെ യുവജനങ്ങൾക്കൊരു വലിയൊരു യുവജനങ്ങളൊരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല. യുവജനങ്ങൾ അതിന്റെ ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ എല്ലാ സാധ്യതകളും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അവരൊരു സംവാട്ടം മൊബൈൽ അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഞാൻ അതിനെ യുവജനങ്ങളെ ഒരിക്കലും നിഷേധിച്ച് പറയുന്നതല്ല, പക്ഷെ എങ്കിൽ കൂടി അതിൽ അവർ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ള തോന്നലാണ് എന്നെ പോലുള്ളവർക്കുള്ളത്. അപ്പൊ യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ബിജു വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ യുവജനങ്ങൾക്ക് വേണ്ടി? പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ. നമുക്കറിയാം, ഇത് ഞങ്ങളുടെ പ്രദേശം മായിനും ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഒട്ടനവധി യുവജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് പോകുന്നു. ഒരു നല്ല നവോദയ സ്കൂള്, നാരായണ കോളേജ്, ഇതൊക്കെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള്, അങ്ങനെ ഒട്ടനവധി സ്കൂളുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അവിടുത്തെ കുട്ടികളെല്ലാം നമ്മൾ എല്ലാവരെയും നമുക്ക് കൗൺസിലിംഗ് സാധിക്കത്തില്ല. അവരുടെ ടീച്ചർമാരും അവർ പറയുന്ന അനുസരിച്ച് കുട്ടികളെ നമ്മൾ പല പ്രാവശ്യം കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇനിയും UDFന്റെ ഒരു ഭരണസമിതി, ഞാൻ ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച് ഇനിയും ഒരു ഭരണസമിതി UDFന്റെ തന്നെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ യുവജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ഒരു ഫണ്ട് വെച്ചു, അവർക്ക് കൗൺസിലിംഗ്, അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അതുമാത്രമല്ല നമ്മുടെ നാട്ടിലവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി നമ്മൾ ഏർപ്പെടുത്താനായിട്ടുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇപ്പൊ യുവജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ആവശ്യം കളിസ്ഥലം ഉണ്ടാകുക എന്നുള്ളത് അല്ലെങ്കിൽ കളിസ്ഥലം അവരുടെ ഒരു മാൻഡേറ്ററി ആണ്. പക്ഷേ അവിടേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ അവിടെ എത്തിക്കാനുണ്ട്. നമുക്കൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള കളിക്കളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എൻഗേജ്ഡ് ആകാൻ സാധിക്കും. ഈ തോൽവികളും ജയങ്ങളും അറിഞ്ഞ് അവര് വളരും. ഇന്നത്തെ ഞാൻ കാണുന്നൊരു പ്രശ്നമാണ്, യുവജനങ്ങൾ ഇപ്പോഴത്തെ യുവജനങ്ങള് തോൽവികൾ അവര് അറിയുന്നില്ല. കാരണം അവര് മൊബൈലാണ് അവരുടെ ഒരു മെയിൻ, അവരുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് മൊബൈലാണ്. അപ്പൊ തോൽവികൾ അറിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള കളിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, ഒരു കളിസ്ഥലം ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളോ, ഓൾറെഡി ഇവിടെ കളിസ്ഥലം ഉണ്ടോ? ഇപ്പൊ നിലവില് ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം ഉണ്ട്. പാറമേൽപ്പടി ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു കളിസ്ഥലമുണ്ട്. അത് മുൻ ജനപ്രതിനിധികൾ,
അത് ഒരു ഗാലറി പോലെ പണിതേക്കുക. ഗാലറി അടക്കം ഉണ്ട്. എല്ലാവരുടെയും മുൻപുണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളുടെയും താല്പര്യത്തിനനുസരിച്ച് ഒരു ഗാലറിയും അതിനോടനുസരിച്ച് ഒരു ഷോപ്പിംഗ് മാളും നമ്മൾ അവിടെ നിർമ്മിച്ചു. അപ്പൊ ദാറ്റ് മീൻസ് അത് നിങ്ങൾക്കൊരു ഇൻകം ജനറേഷൻ കൂടിയാണ്. ഒരു 5 ഷട്ടറോട് കൂടിയ 4-5 ഷട്ടറോട് കൂടിയ ഒരു നല്ല ഒരു കളിസ്ഥലവും അതുകൂടെ തന്നെ ഒരു ഷോപ്പിംഗ് മാളും കൂടിയുള്ള രീതിയിലുള്ള ഒരു അത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൃഷി ഓഫീസ് കൃഷിക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കൊണ്ടാഴി. അപ്പൊ ഇപ്പൊ കൃഷിക്കാർ വന്നിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോകണം കൃഷി ഓഫീസറെ കാണാൻ. അത് നമ്മൾ ഇപ്പൊ മാവേലി സ്റ്റോർ താഴത്താണ്. ഭാവിയിൽ മാവേലി സ്റ്റോർ നമ്മൾ സൗകര്യപ്രദം ഇപ്പോഴുള്ള കൺജസ്റ്റഡ് മാറ്റി കുറച്ചും കൂടി വിപുലമാക്കിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ ആക്കുവാനും ഇവിടെ നമ്മൾ കൃഷി ഓഫീസ് ആക്കാനുമായിട്ടുള്ള പദ്ധതി. ഒരു പഞ്ചായത്തിന്റെ ഉള്ളിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിൽക്കും. ആദ്യം 2010 എൻ്റെ ഭരണസമിതി ഞാൻ 2010 കൃഷി ഓഫീസ് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് വേറെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു. ഒരു മിനി സിവിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വരുന്ന പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ കൃഷി ഓഫീസ്, വില്ലേജ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മൾ. അതിന്റെ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളിപ്പോൾ അവിടെ ഒരു മറ്റേ ആ ഗാലറിയോട് ചേർന്ന് ഒരു നല്ല 4 ഷട്ടറുള്ള ഒരു ഷോപ്പിംഗ് മാള് പോലെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് മാള് ഷട്ടറൊക്കെ ഇട്ട് ഇപ്പൊ ടൈൽസ് ഇട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു മേഖലയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാരുള്ളത്. അപ്പൊ അവരുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഞ്ചായത്തിന് എന്തെങ്കിലും ഒരു ഐക്കൺ പ്രൊജക്ടോ അല്ലെങ്കിൽ പദ്ധതികളോ ഉണ്ടോ അതിന് വേണ്ടിയിട്ട്? അത് ഞങ്ങള് 2020 ഭരണസമിതി കയറുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം ഏറ്റവും കൂടുതൽ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ചെന്നത്. കോവിഡ് കാലഘട്ടം. ആ കോവിഡ് കാലഘട്ടം നിലനിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരം നിൽക്കുന്നത്. അതിനുശേഷം നമുക്ക് അന്നു മുതൽ ആരോഗ്യ മേഖലയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയത്. ആശാ വർക്കേഴ്സിനെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ, ഹോമിയോ, ആയുർവേദം, അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ 4ാം സ്ഥാനത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. RRTമാരെ, മറ്റു എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്ന് തീരുമാനിച്ചതാണ് ആരോഗ്യ മേഖലയെ നമ്മൾ കൂടുതൽ പുരോഗതിയിലേക്ക് ഫോക്കസ് ചെയ്യണം. അതിന്റെ ഭാഗമായി ഒട്ടനവധി നമ്മുടെ ഹോസ്പിറ്റലിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. ഇപ്പം മുൻ ജനപ്രതിനിധികൾ, ഇപ്പോഴത്തെ ജനപ്രതിനിധികളും അവിടെ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയൊരു സൗകര്യമാണ് ഇപ്പം ചെയ്തത്. ഒറ്റപ്പാലത്ത് പോയാൽ അല്ലെങ്കിൽ ചേലക്കരയിലെ പഴനിയുടെ പോയാൽ 2000-2500 രൂപയുടെ ഏകദേശം 30ഓളം ടെസ്റ്റുകൾ വെറും 250 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബ് നമ്മൾ അവിടെ ഒരു 4 മാസം മുമ്പ് ഓപ്പൺ ചെയ്തു. 3 മാസം. അത് ജനങ്ങൾക്ക് വലിയ ഗുണകരമായ കാര്യം. തീർച്ചയായിട്ടും. ഇവിടുത്തെ നമ്മുടെ ഹോമിയോ അത് നമുക്ക് അംഗീകാരം മേടിക്കാൻ കഴിയും. അതേപോലെ തന്നെ ആയുർവേദം ഇപ്പൊ 2ാമത്തെ നില പണിത് നമ്മൾ അതിൽ കുറേ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിറ്റ്നസ് സെന്ററുകൾ, ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു ആരോഗ്യ മേഖല. അത് മാത്രമല്ല എടുത്തു പറയുന്നത്, ഇപ്പം ഈ സബ് സെന്ററായിട്ട് കുറെ സബ് സെന്റർ, മായന്നൂർ സബ് സെന്റർ ഞങ്ങൾ ഭരണത്തിൽ കയറുമ്പോൾ പൊളിഞ്ഞാണ് സബ് സെന്റർ. അതിനെ ഇപ്പോൾ വലിയൊരു എമൗണ്ട് ചിലവഴിച്ചുകൊണ്ട് വൃത്തിയാക്കി അതിന് ഉദ്ഘാടനം കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലും കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ പറ്റി എന്നുള്ളതാണ് ബിജു പറയുന്നത്. പിന്നെ ഡോക്ടർമാരുടെ കാര്യത്തിൽ നമുക്ക് അവിടെ ഡോക്ടറെ ഒരു കുറവ് വന്നിട്ടില്ല. നമ്മൾ അത് പ്രത്യേകം ഭരണസമിതി ശ്രദ്ധ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വെച്ചുകൊണ്ട് ഡോക്ടറെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഫാർമസിസ്റ്റിനെ വെച്ചിട്ടുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു കരുതല് ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ കരുതലിന്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധി ആരോഗ്യ മേഖലയിൽ നമുക്ക് പുരോഗതികൾ കൈവരിക്കാനായിട്ട് സാധിച്ചു. അത് പ്രധാനമായിട്ടും ആശാ വർക്കേഴ്സ്, അവരെയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചു. ഇപ്പോൾ
ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ആശാ വർക്കേഴ്സ്, ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി ഇവയെല്ലാം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാടിന് ഏറ്റവും ഒരു പുരോഗതിയിലേക്ക് അതിൽ എണ്ണി പറഞ്ഞൊരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങളും റബ്ബറും ഒക്കെ കണ്ടു. അപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് റബ്ബർ ടാപ്പിംഗ് അല്ലെങ്കിൽ റബ്ബർ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും അത് ഒരു എൻ്റെ ഒരു അറിവില്ലായ്മ ആയിരിക്കാം ചോദിക്കുന്നത്. അതിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തൊഴിലുറപ്പ് മേഖലയിലുള്ള ആൾക്കാർക്ക് റബ്ബർ മേഖലയിലേക്ക് പണിയാനായിട്ട് പറ്റില്ല. 100 ദിനം തൊഴിൽ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ മേഖലയിൽ കൊടുക്കുന്ന റബ്ബർ കർഷകർക്ക് ഇതിന് ഉപകാരമാവില്ലേ? അത് ഞാൻ പറയാം. 2008 ഇത് തൊഴിലുറപ്പ് മൻമോഹൻ സിംഗിന്റെ പദ്ധതിയിൽ ഈ രാജ്യത്ത് നടപ്പാക്കി. 2006 തൊഴിലുറപ്പ് പദ്ധതി വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ എന്നോട് അയച്ചേട്ടൻ ചോദിച്ച പോലെ റോഡുകളുടെ സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പം നിങ്ങൾ വരുമ്പോൾ കാണാം ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത. പലരും ചോദിക്കുന്നു ഇത് ഗ്രാമപഞ്ചായത്തല്ലേ ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിന് PWD റോഡിന്റെ സൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുമല്ല, നമ്മൾ ആദ്യം തൊഴിലുറപ്പ് പദ്ധതി വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ പദ്ധതി ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് റോഡിന്റെ സൈഡിലുള്ള കാട് വെട്ടാൻ തൊഴിലുറപ്പിന് പറ്റില്ല എന്ന് പറഞ്ഞ ഓർഡർ മാറ്റി വന്നു. അതിന്റെ ഒരു വിഷമാണിത്. പിന്നെ ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാടത്ത് പണിയെടുക്കാനും ഞാറ് നടാനും ഈ തോട്ടങ്ങളിലെ പണിക്കും നമ്മൾ ഒരുപാട് റെഗുലേഷൻ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് സാങ്കേതിക കാരണങ്ങളെ പാസ്സാക്കിയിട്ടില്ല. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിങ്ങിനേക്കാൾ ഏറെ ഗുണകരം പാടത്ത് പണിയെടുപ്പിക്കാണ്. ഇപ്പോൾ ഞാറ് വിതയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ കൊണ്ടാഴി പഞ്ചായത്തിലല്ല, ഈ ഓൾ കേരളയില് വരുന്നത് രാജസ്ഥാനിൽ നിന്നും ബംഗാളികളും ഒക്കെ ചെയ്യുന്നത്. അത് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതെല്ലാം അറിയുന്ന ആളുകളുണ്ട്, അവരെ ഇറക്കി ചെയ്യിപ്പിക്കാൻ നമ്മൾ ഒത്തിരി റെഗുലേഷൻ എടുക്കും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 100 ദിനം തൊഴിൽ ദിനം നമുക്ക് ഉറപ്പാക്കാൻ ഏറ്റവും വലിയ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ഞാൻ തൊഴിലാളികൾക്ക് 100 ദിനം പണി കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അവർക്ക് പണി കൊടുക്കണം. അത് മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഫണ്ട് മൊബിലൈസേഷൻ, ഇപ്പൊ അവർക്ക് കിട്ടുന്ന സാധനം ഒരു ഫണ്ട് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നടക്കുകയും അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഒരു കുടുംബത്തിന്റെ ദാരിദ്ര്യം നമ്മൾ അകറ്റുകയാണ്, തീർച്ചയായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുക. അത് വലിയൊരു ഗുണമാണ്. എത്രയോ പേര് ഈ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നമ്മള് ഡെയിലി വേജസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് അവർക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. തൊഴുത്ത്, ആട്ടുംകൂട്, കോഴിക്കോട്, സോഫ്റ്റ്, അങ്ങനെ കുളം, വ്യക്തിഗത കുളം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാനുണ്ട്. അതിന്റെ മാനദണ്ഡത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒട്ടനവധി ജനങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയും. ബിജു, ഞാൻ ഒരു കാര്യമാണ് ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ഫണ്ടുകളും അതിന്റെ പദ്ധതി എങ്ങനെ രൂപീകരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് 10 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പഞ്ചായത്തിലേക്ക് നമ്മളുടെ ഒരു ഡ്രീം പ്രൊജക്ട് നമുക്ക് വന്നു. ഈ ഡ്രീം പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ബിജുവിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്? അതായത് ഒരു ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സ്ഥലം വാങ്ങണം, ഒരു പഞ്ചായത്തിന്റെ സ്ഥലം വാങ്ങണം, ഒരു ഷോപ്പിംഗ് മോൾ പണിയാനായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പണിയാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെ ഫണ്ട് മൊബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ, ഒരു കേരളം എന്ന് പറയുന്ന പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണല്ലോ ഒരു ഗവേണിങ്സ് നടക്കുന്നത്. അതിനെ കുറിച്ചുള്ള ധാരണ എങ്ങനെ എത്രത്തോളം നമുക്ക് കിട്ടും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച്? നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് സ്പേസ് ആണ്, സ്ഥലമാണ്. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ 2 കുടിവെള്ള പദ്ധതികളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതിൽ നമുക്ക് ചേപ്പാങ്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം കിട്ടാതെ 5 സെന്റ് സ്ഥലം വേണം. ഞാനും പ്രസിഡന്റും അവിടെ പോയി ഒരാളോട് സംസാരിച്ചൊരു സമൻസിന്റെ കയ്യിൽ 5 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് നമുക്ക് എഴുതി തന്നു. അത് വലിയൊരു നേട്ടമാണ്. അത് ഗ്രാമപഞ്ചായത്തിനാ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തില് ഒരു ആസ്തി കൂടുകയാണ്.
5 സെന്റ് ആസ്തി നമ്മൾ കണ്ടെത്തി അവരെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൽ. ആ സ്ഥലത്താണ് ഇപ്പോൾ ഒരു വലിയ ഒരു പ്രദേശത്തേക്കുള്ള ടാങ്ക് പണിയുന്നത്. അതേപോലെ കരയക്കുന്ന് ടാങ്ക്. കരയക്കുന്ന് പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര ക്ഷാമം ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനടക്കം അനുഭവിച്ചിരുന്ന ഈ പ്രദേശം കരയക്കുന്ന് തേക്കുംകാട് വാഴാട് കുടിവെള്ള പദ്ധതി എന്നാണ് പേര് തന്നെ. അത് എംപി താമി മുൻകാലത്തുള്ള സമയത്ത് വന്ന പദ്ധതിയാണ്. ആ പദ്ധതി പിന്നെ അതില് പല കാരണം കൊണ്ട് വെള്ളം മാറ്റി. പിന്നെ MLA യുവർ പ്രദീപിന്റെ ഫണ്ട് വെച്ചു. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ കഴിയും പറ്റിയില്ല. അപ്പോഴാണ് ഞങ്ങളുടെ ഭരണസമിതി വന്നിട്ട് ഈ ഭരണസമിതി ഇത് ഏറ്റെടുത്ത് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആളുകളെ കണ്ട് നമ്മൾ സംസാരിച്ച് AEയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു സൗകര്യം കൊടുക്കാതെയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിയത്. അതിന് പുറമെ വലിയൊരു പദ്ധതി നമ്മളിപ്പം ഒരു 1.5 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. തേക്കുംകാട് വാഴാട് കുടിവെള്ള പദ്ധതിയുടെ ഒരു ഫിൽട്ടർ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റി ടാങ്കിലേക്ക് ഒഴിച്ച ടാങ്കിൽ നിന്നും 3 ടാങ്കിലേക്ക്, ഒന്ന് ഹോമിയോ ആശുപത്രിയുടെ അടുത്ത ടാങ്ക്, 1-ാം ടാങ്ക്, ഇവിടെ ഈ പ്ലാന്റേഷൻ ടാങ്ക്, ഈ ടാങ്കുകൾ അടിച്ചു കയറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് സുഭിക്ഷമായി വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ബിജു, ഞാൻ ബിജുവിന്റെ വേർഡിൽ നിന്ന് വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് മാത്രം ഞാൻ കടമെടുക്കുകയാണ്. ഫിൽട്ടർ. നമ്മുടെ നാട്ടില് ഇപ്പോൾ കുടിവെള്ളം നമ്മൾ ആശ്രയിക്കുന്നത് എല്ലാവരും തന്നെ സർക്കാർ കൊടുക്കുന്ന, സർക്കാർ ഇൻ ദ സെൻസ് ഓഫ് ഒന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ജലനിധി കൊടുക്കുന്ന വെള്ളമാണ് ഇപ്പോൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. എൻ്റെ ഒരു ആൻസൈറ്റിയാണ്, എനിക്ക് സബ്ജക്ട് ടു കറക്റ്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെയധികം കൂടിപ്പോവുകയും ചെയ്യുന്നു. ഞാൻ അതിന്റെ പിന്നിൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറഞ്ഞു സബ്ജക്ട് ടു കറക്റ്റ്, എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ കുടിവെള്ളം എന്ന് പറയുന്ന കിട്ടുന്നത് എല്ലാം തന്നെ സോഴ്സ് എന്ന് പറയുന്നത് ഡീപ്പ് ബോർവെല്ലാണ്. ഫൈൻ പാർട്ടിക്കിൾ ഓഫ് മണൽ തരി ഈ വെള്ളത്തിൽ കൂടെ കയറി വരികയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതുമായിരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും മദ്യപാനികളായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഇതായിട്ടല്ല ഈ ഡയാലിസിസിന്റെ എണ്ണം ഇങ്ങനെ കൂടുന്നത്? അപ്പോൾ എല്ലാ കുടിവെള്ള പദ്ധതികൾക്കും ഫിൽട്ടർ യൂണിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത്, ഒരു ഫിൽറ്റേർഡ് വെള്ളം നമുക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ബിജു അതിന്റെ ഇടയിൽ ഫിൽറ്റർ എന്നൊരു വേർഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതിലേക്ക് എടുക്കാൻ കാരണം. എന്താണ് അങ്ങനെ ഫിൽട്ടർ യൂണിറ്റുകൾ വെച്ചിട്ടാണോ കുടിവെള്ള പദ്ധതികൾ? നമ്മൾ ഫിൽട്ടർ യൂണിറ്റ് സ്ഥാപിച്ചിട്ട് വെള്ളം കിണറ്റിൽ നിന്ന് അടിച്ചു കയറ്റി ഈ ഫിൽട്ടർ വഴി ശുദ്ധീകരിച്ച് ടാങ്കിലേക്ക് വിട്ട് ടാങ്കിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളമാണ് ഈ പറഞ്ഞ പ്രദേശത്തെ 3 വാർഡ് അടങ്ങുന്ന സ്ഥലങ്ങളിലെ കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മൾ നടപ്പാക്കിയത്. അപ്പൊ ഈ ഫിൽട്ടർ യൂണിറ്റുകൾ ഇപ്പൊ 3 വാർഡിലേക്കുള്ള ജനങ്ങൾക്കുള്ള വെള്ളം ഫിൽറ്റേർഡ് വെള്ളമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കാൻ ഇവിടെ ഇപ്പൊ സ്വാശ്രയ കുടിവെള്ള പദ്ധതി ഉണ്ട്, പ്ലാന്റേഷൻ. അതിപ്പോൾ നമ്മൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഈ ടാങ്കിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വാർഡിലേക്കും ഫിൽറ്റേർഡ് വെള്ളമാണ് കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ബിജു ഇനിയും എന്താ പറയാ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോ സമയത്ത് ഇനി ബിജുവിനുണ്ട സ്വപ്നങ്ങൾ, ബിജുവിന് തീർച്ചയായിട്ടും ബിജു ഇപ്പൊ മത്സരിച്ച ഒരു വാർഡിലല്ല മത്സരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12-ാം വാർഡില് അല്ലെ? 11-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പറഞ്ഞ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഭാഗം തന്നെ അതിലത്തെ ഏതെങ്കിലും ഭാഗങ്ങൾ അതിലുണ്ടോ? ഇല്ല, 12-ാം വാർഡിന്റെ ഒരു വോട്ടർമാര് പോലും 11-ാം വാർഡിൽ. അതായത് ബിജു മത്സരിച്ച് ജയിച്ച 2 വർഷവും 2 ടൈമിലും മത്സരിച്ച വാർഡിലല്ല ബിജു മത്സരിക്കുന്നത്, വേറൊരു വാർഡിലാണ് ബിജു മത്സരിക്കുന്നത്. അപ്പോ ആ വാർഡിലേക്ക് അല്ലെങ്കിൽ ടോട്ടൽ പഞ്ചായത്തിന്റെ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടുകളായിട്ട് ബിജു മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേട്ടങ്ങൾ നേരത്തെ പറഞ്ഞു, ഒരു പുതിയ വിഷൻ എന്താണ് ബിജു? ഞാന് 5 വർഷം മെമ്പറായിരുന്നു ഈ വാർഡിൽ വികസന പ്രവൃത്തികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ വാർഡിലേക്ക് പോകുന്നു. ആ വാർഡിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആ വാർഡിലേക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒട്ടനവധി. എനിക്ക് തോന്നുന്നു 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എൻ്റെ 10 വർഷത്തെ ജനപ്രതിനിധി എന്ന ആ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട്
അവരുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കും. അവർക്ക് വേണ്ട എല്ലാ 5 വർഷം കൊണ്ട്, ചിലപ്പോൾ ഒരു 10 വർഷത്തിലേക്ക് പുറകിലേക്ക് കിടന്നതിന് 5 വർഷം കൊണ്ട് ഞാൻ മുന്നിലെത്തിക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പട്ടയമാണ്. പട്ടയം ആ പ്രദേശത്ത് പട്ടയം കിട്ടിയിട്ടുള്ളത് വളരെ കിട്ടിയിട്ടില്ല. കുറേ ആളുകൾ, സത്യം പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പട്ടയത്തിന്റെ ചില പ്രശ്നങ്ങൾ. പക്ഷെ അത് മുൻകാലങ്ങളിലുള്ളവരും ആരും അത് അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഒരു അഡ്രസ്സാണ്. നടക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ ഇനീഷ്യേറ്റീവ് സ്റ്റെപ്പ് അതാണ്. ഇപ്പൊ നാളെ ആളുകൾക്ക് പട്ടയം ഞാൻ മേടിച്ച് കൊടുക്കാം, പട്ടയം കിട്ടും എന്നുള്ള വാഗ്ദാനമില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. അത് ഏത് തലങ്ങളിൽ പോയാലും ഞാൻ ആരെ കൊണ്ടുപോയിട്ടാണെങ്കിലും ഇവരുടെ പ്രശ്നം ഞാൻ അധികാരികളിൽ എത്തിച്ച്, അത് റീസർവേ ആണെങ്കിൽ റീസർവേ, അല്ലെങ്കിൽ പട്ടയം ക്യാൻസൽ ആണെങ്കിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ നിലവിലുള്ളവർക്ക് പട്ടയം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കായിരിക്കും നമ്മൾ അവിടെ ഏറ്റവും ആദ്യം ഞാൻ കാണും. പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ റോഡുകൾ, ഒട്ടനവധി റോഡുകൾ അവിടെ ചെയ്യാം, ലൈറ്റുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാടും മലകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എൻ്റെ 12ാം വാർഡ് പോലെ തന്നെ ഉള്ളൊരു പ്രദേശത്തേക്കാണ് ഞാൻ വീണ്ടും ചെല്ലാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ 2010 ഇവിടെ മത്സരിക്കുമ്പോൾ ആയിരുന്നോ ആ തുടക്കമാണ് അവിടെ. അതിന് എനിക്ക് 5 വർഷം കൊണ്ട് തുടങ്ങുന്ന അങ്ങനെ അവിടുത്തെ ജനങ്ങളൊക്കെ നല്ല ആളുകളാണ്. അവിടുത്തെ ആളുകളൊക്കെ നല്ല നല്ല മനസ്സുള്ള ആളുകളാണ്. പഞ്ചായത്തുകളിലെല്ലാം ഓഡിറ്റ് റിപ്പോർട്ട്, പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും, എല്ലാ കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലും കാണുന്ന ഒരു കോമൺ ഫാക്റ്റ് ആയിട്ട് കാണുന്നത് പഞ്ചായത്തുകളിൽ ആസ്തി വികസന രജിസ്റ്റർ പൂർണ്ണമല്ല ഒരുവിധം എല്ലാ പഞ്ചായത്തിന്റെയും എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. പഞ്ചായത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വത്താണ്. അതിലെന്താണ് പലപ്പോഴും ഒരു ഉപേക്ഷ വരാനുള്ള കാരണം എന്തായിരിക്കും? ഇന്ന് ഈ പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്ത് വെച്ചിട്ട് ആസ്തി കാലികപ്പെടുത്തി കൃത്യമാക്കിയ ഒരു പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള മുഴുവൻ രേഖകളും നമ്മൾ ഒരു ഫണ്ട് വെച്ച് ഒരു ഏജൻസി ഏൽപ്പിച്ച് കൃത്യമായി അത് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തിയിൽപ്പെടുത്തിയാലേ ആസ്തിയിലുള്ള വർക്കുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഫണ്ട് അവിടെ വർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൃത്യമായിട്ട് ആ ആസ്തിയുടെ ബുക്ക് അവിടെ കൊടുത്തേക്കാണ്. ആ ആസ്തിയുടെ ബുക്ക് നിങ്ങൾ പഞ്ചായത്തിൽ പരിശോധിച്ചാൽ കാണാം. ഇത്തരം വലിയ ഒരു ബുക്കാണ്. അതിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ ആസ്തിയും നമ്മൾ നിജസ്ഥിതിപ്പെടുത്തി തിട്ടമാക്കി വെച്ചിട്ടുള്ള ഏക പഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. അത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഒരു പരിപാടി പഞ്ചായത്തുകളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? അതായത് ജൈവമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ഏതെങ്കിലും ഏരിയ ആയിട്ട്? നമ്മളിപ്പോ MCF ഇപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ MCF-ഉം മിനി MCF-ഉം ഉണ്ട്. എല്ലാ വാർഡുകളിലും ഈ വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ മിനി MCF-കൾ ശേഖരിച്ചു. എല്ലാ വാർഡുകളിലും ശേഖരിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇതിനെല്ലാം മായന്നൂർ കടവത്ത് നമ്മൾ പുതിയതായിട്ടൊരു വലിയൊരു MCF നിർമ്മിച്ചു. അതിൽ ഇതിനെ മൊത്തം സെഗ്രേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു ചാക്ക് വേസ്റ്റ് ഇവർ കൊണ്ടുവരുന്നത് ഒരു മെഷീനിലേക്ക് ഇടുമ്പോൾ അതിന് നമ്മൾ റോളായി ഇങ്ങനെ വരും. ചിലപ്പം മാറ്റിയിട്ട് അതിനെ കൃത്യമായി ഇപ്പം കുപ്പിയൊക്കെ മടക്കി കൃത്യമായി വെക്കാനുള്ള എല്ലാ മെഷീനുകളോട് കൂടിയുള്ള പ്രസ്സിങ് മെഷീൻ അടക്കമുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള ഒരു വലിയ MCF മായന്നൂർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ഥാപനമായിട്ട് ഈ ചേലക്കോട് കൂളിക്കുന്ന് ഭാഗത്ത് നമ്മളൊരു MCF സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 2 എണ്ണമാണ് നമ്മൾ അവിടെ നിന്നാണ് ഇത്
ഇവിടെ കൊണ്ട് സിഗ്നേറ്റ് ചെയ്ത് ഈ സാധനം കയറിപ്പോകുന്നത് മായന്നൂർ MCF നിന്നാണ്. അങ്ങനെ വലിയൊരു നേട്ടമാണ് നമുക്ക് ഈ ഭരണസമിതിക്കാളെ കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതിൻ്റെ ഇടയിൽ ഒന്ന് സ്കിപ്പായോ എന്ന് എനിക്ക് സംശയം. ടൂറിസം ഒരു വളരെ ഡെവലപ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു പക്ക ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു മേഖലയാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത്. എസ്പെഷ്യലി ഭാരതപ്പുഴ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ നിള എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പുഴയിലോടത്തോളം സംഭവിച്ചത്. മാത്രമല്ല കുറച്ച് കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതിനെ എങ്ങനെ എൻകാഷ് ചെയ്യാനായിട്ടാണ് ബിജു ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്യുമെന്ററി ചെയ്തിട്ട് ഇവർക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തില് ഒട്ടനവധി സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആയിട്ടേട്ടൻ പറഞ്ഞ പോലെ വികസനം. ഈ ടൂറിസം പദ്ധതി ഒരു ചാനൽ CCV ചെയ്തിരുന്നു എന്നാണ് ഞാൻ കണ്ടിരുന്നു. വളരെ മനോഹരമായിരുന്നു. അത് ചേക്കോട്ടുപാറ എന്ന് പറയും, ഒതുക്കുത്തിപ്പാറ. ഈ ഒതുക്കുത്തിപ്പാറ 12ാം വാർഡിന്റെയും 11ാം വാർഡിന്റെയും ബിജു മത്സരിക്കാൻ പോകുന്ന ഇപ്പൊ ഓൾറെഡി മെമ്പറായിരിക്കുന്ന വാർഡിന്റെയും മത്സരിക്കാൻ പോകുന്ന വാർഡിന്റെയും 2 ഭാഗങ്ങളാണ്. ഈ 2 മലയാട് കിടക്കുമ്പോൾ ഈ ഭാഗം ചേക്കോട്ടുപാറ, ഇതിൻ്റെ ഒരു തുടർച്ചയാണ് അപ്പുറത്ത് ഒതുക്കുത്തിപ്പാറ. അത് നമ്മൾ ടൂറിസം ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഒരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ കാവ് കഴിഞ്ഞിട്ട് സെന്റ് തോമസ് സ്കൂളിന്റെ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്, കൂട്ടിൽമുക്ക് എന്ന് പറയും. അതിന് കുറച്ച് അപ്പുറത്താണ് നമ്മുടെ തടയണ. ഭാരതപ്പുഴയും ഗായത്രി പുഴയും സംഗമിച്ച് ഒന്നിച്ച് ചേരുന്ന സ്ഥലത്തിന്റെ അവിടുത്തെ ഒരു ആ തടയണയിൽ എപ്പോഴും വെള്ളം നിൽക്കും. ആ തടയിൽ നിന്ന് വെള്ളം നിൽക്കുമ്പോൾ അതിന്റെ ആ വെള്ളത്തിന്റെ ആക്കം കൊണ്ടാഴി തടയണ വരെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ ബോട്ട് സർവീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശരിക്കും മായന്നൂർ പാലത്തിന്റെ അവിടെ പോയി നിന്നാൽ കൃത്യമായി അതിന്റെ അവിടെ ആ ഒരു കോഫി ഹൗസുകൾ കുടുംബശ്രീയെ കൂടുതലായി അവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കോഫി ഹൗസുകൾ, അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് അനുമതി കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ ഭരണം വന്നാൽ അതിനുവേണ്ടി ശ്രമിക്കും. ബിജു, ഞാൻ നേരത്തെ പറയുണ്ടായി, ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒറ്റപ്പാലവും മായന്നൂരും തമ്മിലുള്ള കണക്ഷൻ ആയതുകൊണ്ടും ഒരു നമുക്കൊരു ട്രാൻസ്ഫർ ഒരു മൂവ്മെന്റ് അത് കൂടെ നടക്കുന്നതുകൊണ്ടും കുറച്ചധികം ഈ പറഞ്ഞ ലഹരിയുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനെതിരെ എന്തെങ്കിലും ജാഗ്രത ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, ഒരു ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തം ഈ പറഞ്ഞ ഒരു മേഖലകളിൽ ഉണ്ട് എന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും തരത്തിലുള്ള? തീർച്ചയായിട്ടും നമ്മുടെ ഈ മായന്നൂർ ഭാഗത്ത്, ഈ കടവത്ത് ഭാഗത്ത്, പുഴയില്ലേ, ഭാരതപ്പുഴയുടെ ഭാഗത്തൊക്കെ ഒത്തിരി ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി എല്ലാ മാസവും യോഗം കൂടുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ വിളിച്ച് പോലീസിനെ വിളിക്കും. അവരുടെയൊക്കെ അറിവോട് കൂടി യോഗം നടത്തി അതാത് വാർഡിലെ ഈ പ്രശ്നങ്ങൾ അവലോകനം ചെയ്ത് അവർ ആ വാർഡിലെ മെമ്പർമാരിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ ഇവരോട് പറയും. ഇവരത് കൃത്യമായി തന്നെ അതിന് നടപടി എടുത്തിട്ടുണ്ട്. പല ലഹരി മരുന്നുകൾ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ രാത്രിയും പകലും ഇവർ പെട്രോളിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുണ്ട്. അത് ബിജു അന്ന് നേരത്തെ പറയണ്ടായി, സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ നടത്തുന്നെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച രാഷ്ട്രീയവും ബിജുവിന്റെ കാഴ്ചപ്പാടുകളും ബിജുവിന്റെ പഞ്ചായത്തിനെ കുറിച്ചുള്ള ചിന്തകളുമാണ്. ഇനി ഒന്ന് പേഴ്സണലായിട്ട് കിടക്കുകയാണെങ്കിൽ ബിജു, ഫാമിലി എങ്ങനെയാണ്? ഫാമിലി ഞാൻ, വൈഫ്, 2 മക്കൾ എന്ത് ചെയ്യുന്നു? മോൻ ഇപ്പോൾ UK 2 വർഷം UK ഇപ്പോൾ ജോലി, ഇപ്പോൾ അവിടെ UK മോള് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. നാളെ ജോലിക്ക് കയറും. നാളെ ജോലിക്ക് കയറും. പപ്പ, അമ്മ, ഫാമിലി, പിന്നെ ചേട്ടനും കൂടെ തന്നെയാണ് ഒപ്പം നമ്മുടെ താഴത്താണ് താമസിക്കുന്നത്. അതെ, ഓക്കെ. അപ്പോ ഈ വരുന്ന 12ാം വാർഡിലുള്ള ഇലക്ഷനിൽ ബിജു UDF സ്ഥാനാർത്ഥിയായിട്ട് 11ാം വാർഡിൽ മത്സരിക്കുന്നു. 11ാം വാർഡില് ബിജുവിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.